മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ. മന്ത്രിസഭായോഗത്തിന്റേതാണ് നിർണായക തീരുമാനം. അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. സായികുമാറുടെ കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, എന്താണ് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു തീരുമാനം കൂടി ഇന്നത്തെ മന്ത്രിസഭായോഗം എടുത്തിരിക്കുന്നു. അതിങ്ങനെയാണ്: മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് നിലവിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കാൻ വേണ്ടി ഒരു പ്രത്യേക പദ്ധതിക്ക് തന്നെ സർക്കാർ ഇന്ന് രൂപം കൊടുക്കുകയാണ്. അതിൽ അവിവാഹിതരായ 50 വയസ്സിൽ പ്രായമുള്ള, ശമ്പളം, പെൻഷൻ, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും. ഇവർക്ക് 31/3/2001 സർക്കാർ തന്നെ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അനുവദിച്ചിട്ടുള്ള പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും. അപ്പോൾ അത് കുറെ കൂടി ലഘൂകരിക്കുകയാണ് ആ നടപടികൾ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ, അർഹരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിനൊരു പ്രത്യേക ഫോറം തന്നെ അംഗീകരിക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടി, കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾ കൂടി, നിലവിൽ ലഭിക്കാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സുപ്രധാന പദ്ധതി, ഒരു പ്രത്യേക പദ്ധതി തന്നെ സർക്കാർ ഉറപ്പാക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ.